നമ്മുടെ കർഷകർ, നെൽകർഷകർ അവർ വലിയ പ്രതിസന്ധിയാണ് ഈ ഓണക്കാലത്തും നേരിടുന്നത്. കർഷകർക്ക് നെല്ല് സംഭരണത്തിൻ്റെ വില ഇപ്പോഴും നൽകിയിട്ടില്ല. ഈ ചിങ്ങമാസത്തിലും അവരൊക്കെ വലിയ സങ്കടത്തിലാണ്. നെല്ല് സംഭരിച്ച തുക നൽകാതെ ഒളിച്ചു കളിക്കുകയാണ് സംസ്ഥാന സർക്കാർ. 150 കോടിയോളം രൂപ പാലക്കാട്ടെ കർഷകർക്ക് സപ്ലൈകോ ഇപ്പോഴും നൽകാനുണ്ട്. ഇതോടെ കർഷകർ ദുരിതത്തിലായിരിക്കുകയാണ്. 58,000 കർഷകരിൽ നിന്ന് സപ്ലൈകോ ഈ വർഷം നെല്ല് സംഭരിച്ചത്. അതിൽ പകുതിയിലേറെ പേർക്കും 5 മാസം കഴിഞ്ഞിട്ടും നെല്ലിൻ്റെ സംഭരണ വില നൽകിയിട്ടില്ല എന്നാണ് മനസ്സിലാക്കുന്നത്. പാലക്കാട് നിന്ന് നമ്മളോടൊപ്പം സന്തോഷ് സർലിംഗാണ് ചേരുന്നത്. സന്തോഷ്, ഗുഡ് മോർണിംഗ്. ഓണക്കാലമാണ്, കർഷകരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് അവരുടെ പത്തായം നിറയുന്ന കാലമാണ്. പക്ഷേ അങ്ങനെയൊന്നുമല്ല സാഹചര്യം എന്നാണ് മനസ്സിലാക്കുന്നത്. നേരത്തെയൊക്കെ നെല്ല് സംഭരണവുമായി ബന്ധപ്പെട്ട് വിഷയമുണ്ടാകുമ്പോൾ വലിയ വിവാദങ്ങളുമായി രംഗത്തിറങ്ങിയിരുന്ന ആളുകൾ ഭരണത്തിലെത്തുമ്പോൾ ആ നിലയ്ക്കൊന്നും അവരുടെ ഭാഗത്തുനിന്നും ഒരു ഇടപെടൽ ഉണ്ടാകുന്നില്ല എന്നാണ് മനസ്സിലാക്കുന്നത്. എന്തായാലും ഓണക്കാലം നമ്മളെയൊക്കെ അന്നമൂട്ടുന്ന കർഷകർ വറുതിയിലാകുമെന്ന് ഉറപ്പാണോ? അഭിജിത്ത്, കഴിഞ്ഞ ഏപ്രിൽ മാസത്തോടു കൂടിയാണ് ഈ രണ്ടാം വിള നെല്ല് സംഭരണം പൂർത്തിയായത്. സപ്ലൈകോ ഏകദേശം 58,000 കർഷകരിൽ നിന്ന് പാലക്കാട് ജില്ലയിൽ മാത്രം നെല്ല് സംഭരിക്കുകയൊക്കെ ചെയ്തു. അങ്ങനെ സംസ്ഥാന വ്യാപകമായി തന്നെ ഏപ്രിൽ മാസത്തോടു കൂടി രണ്ടാം വിള നെല്ല് സംഭരണം പൂർത്തിയാവുകയൊക്കെ ചെയ്തിരുന്നു. പക്ഷേ അതിനുശേഷം സംഭരിച്ചു, അതും കൊണ്ടുപോയി. പക്ഷേ അതിനുശേഷം ഇപ്പോൾ ഈ ഓഗസ്റ്റായി ചിങ്ങമായി ഓണം ഇനി എത്താൻ വളരെ ദിവസങ്ങൾ മാത്രം ബാക്കി. പക്ഷേ അന്ന് സംഭരിച്ച തുകയുടെ പൈസ ഇതുവരെ നൽകിയിട്ടില്ല. ഏകദേശം ഇപ്പോൾ ഏറ്റവും അവസാനത്തെ കണക്ക് പ്രകാരം, അതായത് സപ്ലൈകോയുടെ കണക്ക് പ്രകാരം 20,000-ഓളം കർഷകർക്കായിട്ട് 125 കോടിയോളം രൂപയാണ് പാലക്കാട് ജില്ലയിൽ മാത്രം നൽകാനുള്ളത്. അപ്പോൾ അത് തന്നെ അതിൻ്റെ ഒരു വ്യാപ്തി, അതിൻ്റെ അനുഭവിക്കുന്ന കർഷകരുടെ പ്രതിസന്ധി നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. അവരെ സംബന്ധിച്ചിടത്തോളം ഈ കഴിഞ്ഞ മഴ സീസൺ, ഈ സീസണിൽ കൃഷി ഇറക്കേണ്ടതാണ്. അപ്പോൾ അവർ കൃഷി ഇറക്കുകയും ചെയ്തു. പക്ഷേ അതിന് പലരും നമ്മൾ കണ്ടപ്പോഴൊക്കെ അവർ പറഞ്ഞൊരു കാര്യം, ആ കൃഷി ഇറക്കാൻ തന്നെ അവർ കുറേ കഷ്ടപ്പെട്ടു. പലരിൽ നിന്ന് കടം മേടിച്ചു, പണയം വയ്ക്കാനുള്ളതൊക്കെ പണയം വയ്ക്കും. അങ്ങനത്തെ ഒരു അവസ്ഥയായിപ്പോയി പാലക്കാട്. പക്ഷെ അതെല്ലാം കവർ ചെയ്തു, അടുത്ത കൃഷി നടക്കുകയാണ്. എന്നാൽ പോലും പഴയ പൈസ ഇതുവരെ ലഭിച്ചിട്ടില്ല. ഈ തിരഞ്ഞെടുപ്പിൻ്റെ ചട്ടപ്രകാരം അത് ഇടക്കാലത്തൊന്ന് സ്റ്റോപ്പായി പോയെങ്കിൽ അതിനുശേഷം നടക്കുമെന്ന് പ്രതീക്ഷിച്ചിരുന്നതാണ്. പാലക്കാടാണെങ്കിൽ ഈ യു.ഡി.എഫിൻ്റെ തന്നെ വിവിധ കക്ഷികളുടെ നിരവധി കർഷക സംഘടനകളുള്ളതാണ്. കാരണം പാലക്കാട് നെല്ലറയാണ് പാലക്കാട് എന്ന് പറയുന്നത്. കർഷകരാണ് ഈ ജില്ലയുടെ ഏറ്റവും വലിയ സാമ്പത്തിക സ്രോതസ്സ്. അതുകൊണ്ട് തന്നെ വലിയ രീതിയിലുള്ള സംഘടനകളൊക്കെ ഇഷ്ടംപോലെ ഉള്ളത് തന്നെയാണ്. പക്ഷേ കാര്യത്തോടെടുക്കുമ്പോൾ ഇതുവരെ അക്കാര്യത്തിൽ ഒരു തീരുമാനമെടുക്കാനോ സംഭരിച്ച വില നൽകാനോ കഴിഞ്ഞിട്ടില്ല എന്നതാണ്. ഈ കഴിഞ്ഞ ഓഗസ്റ്റ് 1 കർഷക ദിനം സംസ്ഥാന വ്യാപകമായി ആചരിക്കുമ്പോൾ കർഷകർ പാലക്കാട് സപ്ലൈകോ ഓഫീസ് ഉപരോധിക്കുകയായിരുന്നു. ആ ഉപരോധത്തിൻ്റെ ഭാഗമായി 24-ാം തീയതിക്കകം നൽകുമെന്ന് പറഞ്ഞു. അങ്ങനെയാണെങ്കിൽ അതിനുശേഷം ഇന്ന് 2ാം ദിനമാണ്. ഈ കഴിഞ്ഞ 2 ദിവസത്തിനിടയിൽ എന്തെങ്കിലും നൽകിയിട്ടുണ്ടോ എന്നൊക്കെ നമ്മൾ അന്വേഷിച്ചപ്പോഴും പഴയതുപോലെ മന്ദഗതിയിൽ തന്നെയാണ് കർഷകരുടെ ബാങ്ക് അക്കൗണ്ടുകളിലേക്ക് പൈസ എത്തിക്കൊണ്ടിരിക്കുന്നത്. ഇക്കാര്യത്തിലൊരു തീരുമാനമായിട്ടില്ല. ഇപ്പോൾ ഏകദേശം ഒരു 100 കോടിയോളം രൂപ കേന്ദ്ര സർക്കാരിന് സബ്സിഡിയായി ലഭിച്ചിരുന്നു എന്ന് പറഞ്ഞിരുന്നു. ആ പൈസ കർഷകർക്ക് നൽകുമെന്നാണ് ആദ്യം അറിയിച്ചത്. പക്ഷേ ആ തുക വിന്യസിക്കുന്നതിൽ ചില ചട്ടങ്ങളുടെ പ്രതിസന്ധികളുണ്ട് എന്നാണ് പറയുന്നത്. അതായത് ഈ ഫയൽ നൂലാമാലകൾ എപ്പോഴും കർഷകർക്ക് മുമ്പിൽ വലിയൊരു പ്രശ്നമായി നിൽക്കുന്നു. ഇപ്പോൾ ഈ തുക നൽകുന്നത് സപ്ലൈകോ ഒരു വായ്പയായി ബാങ്ക് ലോൺ എടുത്തിട്ടാണ്. പക്ഷേ അത് സപ്ലൈകോയ്ക്ക് നേരിട്ടല്ല ബാങ്ക് വായ്പ, കർഷകരെ തന്നെ ഇടനിലക്കാരാക്കിക്കൊണ്ടാണ് ബാങ്ക് വായ്പ എടുക്കുന്നത്. അപ്പോൾ സപ്ലൈകോ തിരിച്ചടവ് മുടങ്ങിയാൽ ഈ കർഷകരുടെ സിവിൽ സ്കോറിനെയൊക്കെ ബാധിക്കുകയൊക്കെ ചെയ്യും. ആ പ്രതിസന്ധിയൊക്കെ ഉണ്ട്. പക്ഷെ അതെല്ലാം മറികടന്ന് പൈസ കിട്ടിയാൽ മതി എന്നൊരു താല്പര്യമുണ്ട് അവർക്ക്. പക്ഷേ ഇതുവരെയായിട്ട് ആ തുക നൽകിയിട്ടില്ല. ഓണനാളാകുമ്പോഴാണ് ആ പ്രതിസന്ധി മൂർച്ഛിക്കുന്നത്. അത് നേരത്തെ അഭിജിത്ത് പറഞ്ഞതുപോലെ നമ്മളെയൊക്കെ അന്നം മുട്ടിയിരുന്നവർ കൂടുതൽ വറുതിയിലേക്ക് പോവുകയാണ്.